ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വാട്ട്സ് ഇൻ മൈ ബാഗ്. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ബാഗാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് ഞാൻ നോർമലി പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. കുഞ്ഞു ബാഗാണേ. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അങ്ങനെ ഇതിനിപ്പോൾ ആകെ ഒരു സിപ്പേ ഉള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ ഒറ്റൊരു സിപ്പേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സിപ്പും കൂടെ വരും, കുഞ്ഞൊരു സിപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സിപ്പിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ രണ്ട് കള്ളികൾ അല്ലേ ഇങ്ങനെ വരുവേ. ഫസ്റ്റ് എൻ്റെ വാലറ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. വാലറ്റ് ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ ഇതിനകത്തുള്ളത് ഒരു പേപ്പർ ടിഷ്യൂ, ചെറുത് ഒരു പേപ്പർ ടിഷ്യൂ വെച്ചേക്കും. പിന്നെ ഇതൊരു പേപ്പർ സോപ്പാട്ടോ. ഇത് ഈ ക്യൂട്ടായിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ മേടിച്ചാട്ടോ. 1-2 വട്ടം എന്തോ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, സാധനം നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പം നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ല സാധനം കേട്ടോ ഇത്. പിന്നെ ബ്ലൂടൂത്ത് ഞാൻ വെക്കും കേട്ടോ ബാഗിൽ. പിന്നെ എൻ്റെ ഹെയർ ക്ലിപ്പ് ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും. ചിലപ്പോൾ എന്ന് വെച്ചാൽ അത് ക്ലിപ്പ് വല്ലതും പെട്ടെന്ന് പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒരെണ്ണം വെക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഇങ്ങനൊരു ചെറിയ അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ, ഈ സൈഡിലൊന്നുമില്ല കേട്ടോ, ഒരു 10 രൂപ 20 രൂപയുടെ നോട്ടുണ്ട്. പിന്നെ നടുക്കൊരു സിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇതിനിങ്ങനെ നടുക്കൊരു സേഫ് സിപ്പ് എന്ന് പറയുന്ന ഒരു സിപ്പുണ്ട്. ഇതിനകത്ത് കോമ്പ് ഞാൻ എപ്പോഴും എടുക്കും കേട്ടോ. ഇങ്ങനെ തലയൊക്കെ എൻ്റെ ഈ കേളി ഹെയർസ് ആയതുകൊണ്ട് എപ്പോഴും കോമ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ടൊരു കോമ്പ്. പിന്നെ ഇത് നല്ലൊരു സാധനം കേട്ടോ, നമ്മുടെ ഈ കാർഡ്സൊക്കെ ഇട്ട് വെക്കാനായിട്ട്. എല്ലാ കാർഡ്സും അപ്പോൾ ഇതിനകത്തിരുന്നോളും. ഇത് സേഫായിട്ട് ബാഗിനകത്ത്, ഇല്ലെങ്കിൽ ആ കാർഡ് വിട്ടുപോയി ഈ കാർഡ് വിട്ടുപോയി അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ATM, ആധാർ, പാൻ കാർഡ് അങ്ങനെ എല്ലാ കാർഡ്സും ഇതിനകത്തിരുന്നോളും. ജസ്റ്റ് ഈ സാധനം എടുത്ത് നമ്മൾ ബാഗിലിട്ടാൽ മതി. ഓരോന്നോരോന്നെടുത്ത് ഇതാക്കണമെന്നുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ഒരു അത്തർ, ഡോൺ എന്ന് പറയുന്നതിൻ്റെ ഒരു അത്തർ. ഇത് ചേട്ടായി കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കും. വല്ലപ്പോഴും അങ്ങനെ സ്വെറ്റായി സ്മെല്ല് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ ഓർത്തുണ്ട്. ഇത് ചെറുത്. പിന്നെ എൻ്റെ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ്, ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ ടാബ്ലറ്റ്. അങ്ങനെ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് എപ്പോഴും ബാഗിൽ വെച്ചേക്കുന്നു. എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അങ്ങനെ അതുമായി. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ രണ്ട് ഇതുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഇന്ന് ഇപ്പം ടൗണിൽ പോയപ്പം ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തത്. പിന്നെ ബസ് ടിക്കറ്റ്, ഇതിനകത്തും ബസ് ടിക്കറ്റാട്ടോ. അകത്തൊരു ചെറിയൊരു സിപ്പുണ്ടേ. ഇതിനകത്ത് ബഹ്റിൻ ദിനാർസ് കുറച്ചുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ബഹ്റിന് പോയപ്പോൾ അവിടെ നിന്ന് ചേട്ടായി തന്നിട്ട് അങ്ങനെ അത് കുറച്ചുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് സിപ്പിൽ ഇതിനകത്ത് ഇത് ഞങ്ങൾ ജോസാലുക്കാസിൽ ഗോൾഡ് പർച്ചേസിന് പോയപ്പം അവർ സ്കീം കൂടിച്ചതാണ്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടൊരു സ്കീം കൂടിപ്പിച്ചു. അപ്പോൾ ആ സ്കീം കൂടിയതിൻ്റെ ആ ഒരു കാർഡ്. പിന്നെ ഇതിലും ടിഷ്യൂ, ഇത് എന്താ ടിക്കറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു ബാഗിൽ. ഇതാണ് ഞാൻ സാധാരണ എവിടെ പോവുകയാണേലും ഞാൻ എടുത്ത് വെക്കാറുള്ളൊരു സാധനങ്ങൾ ഇത്രയും മാത്രമേ കാണത്തുള്ളൂ എൻ്റെ ബാഗിൽ. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു കുട വെക്കും. അല്ലാതെ വെള്ളക്കുപ്പിയൊക്കെ ഞാൻ തോന്നിയെങ്കിൽ എനിക്കൊരു ചെറിയൊരു കുപ്പി വെള്ളം, അല്ലാതെ വെള്ളക്കുപ്പിയൊന്നും ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരാളൊന്നുമല്ല. കുട മഴക്കാലത്ത് മാത്രം, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.